നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള ഭയങ്കര കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിടിച്ചുലച്ച ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഒരു തവണ ചോദ്യം ചെയ്തതാണ്. ഇന്ന് വീണ്ടും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ PS പ്രശാന്തിനെ? അന്വേഷണ സംഘത്തിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് അവരുടെ സംശയനിലയിലുള്ള ആളുകളെ എത്ര തവണ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. അത് ഏത് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ഏത് പോലീസിനും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനുമുള്ള അവർക്കുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ്. അവർക്ക് ഏത് ഒരു സംശയം തോന്നിയ ആളെ, അത് കേസിലെ പ്രതിയാകണമെന്നില്ല, സംശയം തോന്നുന്ന വ്യക്തികളെ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സംശയം തോന്നുന്ന വ്യക്തികളെ അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനും അല്ലെങ്കിൽ അവർ പറയുന്ന അന്വേഷണ സംഘം പറയുന്ന ഇടത്തേക്ക് വിളിച്ചു വരുത്താനുമുള്ള പ്രിവിലേജ് ഈ അന്വേഷണ സംഘത്തുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. PS പ്രശാന്ത് ഈ കേസിനകത്ത് എന്ത് നിലപാടാണ് PS പ്രശാന്തിനുള്ളത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികളുടെ പേരിൽ PS പ്രശാന്ത് സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരമുള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തെ പിടിച്ചുലച്ച ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ പ്രഥമ ക്ഷേത്ര കുംഭകോണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന കാര്യത്തിൽ തർക്കമില്ല. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധിയായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും അവസാനം KP ശങ്കർദാസിനെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടും ഈ കേസിൽ അറസ്റ്റ് അവസാനിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ CPM വലിയ ഭീതിയിലാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 നേതൃസ്ഥാനത്തിരുന്ന ആളുകൾ, അതായത് വാസുവും പത്മകുമാറും നിലവിൽ ജയിലിലാണ്. മറ്റൊരാളായിരുന്ന ശങ്കർദാസ് അറസ്റ്റിലായി. അദ്ദേഹം ആശുപത്രി വാസമാണെങ്കിൽ പോലും അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും അന്വേഷണം പ്രശാന്തിലേക്ക് എത്തുമ്പോൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ഭയം CPM-നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഈ കേസിനകത്ത് അറസ്റ്റിലായ ആളുകൾ CPM സഹയാത്രികരും CPM നേതൃനിരയിലിരുന്ന ആളുകളും ആണ് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA ആയിരുന്ന പത്മകുമാർ ഇപ്പോഴും ജയിലിലാണ്. അതോടൊപ്പം തന്നെ CPM ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായ മുരാരി ബാബു, അതോടൊപ്പം CPM നേതാക്കളുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, N വാസു ഉൾപ്പെടെ നിരവധിയായ ആളുകൾ റിമാൻഡിലാണ്. ഏറ്റവും അവസാനം ശങ്കർദാസ് ആശുപത്രിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അനാരോഗ്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അദ്ദേഹം റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ. മറ്റൊരു വ്യക്തി കണ്ഠരർ, ശബരിമല തന്ത്രി, അദ്ദേഹവും നിലവിൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ 2ാമത്തെ കേസിലും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ CPM-നെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതും അതോടൊപ്പം P പ്രശാന്തിനെ ചോദ്യം ചെയ്തതുമെല്ലാം CPM-ന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ വളരെ ദോഷകരമായി ബാധിച്ചിരുന്നു. CPM-ന്റെ എല്ലാ പ്രതീക്ഷയ്ക്കും മങ്ങലേൽപ്പിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പേരടി ഗാനങ്ങളുമാണ്. അതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്തായാലും CPM-നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ അതേ സമയത്താണ് KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് തൊട്ടുമുമ്പ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന സമയത്താണ് വരിയായി ആളുകൾ ജയിലിലേക്ക് പോകുന്നത്. പത്മകുമാർ, വാസു, തന്ത്രി, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, ജയശങ്കർ ഉൾപ്പെടുന്ന നിരവധിയായ ആളുകൾ ജയിലിലേക്ക് പോകുന്നു. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചുകൊണ്ട് മാത്രമാണ് അവർ ജയിലിൽ പോകാതിരുന്നത്. ഇത്തരത്തിൽ നിരവധിയായ അറസ്റ്റ് നടന്നിട്ടും CPM-ഓ പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഈ കള്ളന്മാരെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് CPM നേതാവായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ പോലും തള്ളിപ്പറയാൻ CPM തയ്യാറാകുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റിട്ടും പത്തനംതിട്ട ജില്ലയിലടക്കം CPM-ന് അതീവ ദയനീയമായ പരാജയം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഈ പത്മകുമാറിനെ തള്ളിപ്പറയാൻ CPM തയ്യാറാകുന്നില്ല എന്ന ചോദ്യം പാർട്ടി അണികൾ തന്നെ ചോദിക്കുകയാണ്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കൂടിയ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് എന്ത് എന്ന ആളുകൾ, പാർട്ടി നേതാക്കന്മാർ ചോദിച്ചപ്പോൾ അതിന് പാർട്ടി സെക്രട്ടറിക്ക് മറുപടിയില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോഴും ഇത്തരം ക്രിമിനലുകളെ, കള്ളന്മാരെ ന്യായീകരിക്കുന്ന തിരക്കിലാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്.
വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇപ്പോ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ വാജിവാഹനം കയ്യിൽ വെച്ചിരുന്ന കേസിൽ രണ്ടാമതും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്ത്രിയെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു ധാർമ്മികതയില്ല. ഇനി തന്ത്രിയായി, ശബരിമല തന്ത്രിയായി രാജീവ് കണ്ഠര് ഇരിക്കുന്നതിൽ എന്ത് അർഹതയാണുള്ളത്? അപ്പൊ മാറിക്കൊടുക്കണ്ടേ? അതായിരിക്കില്ലേ കേരളത്തിലെ ജനങ്ങളും ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നത്? അത് ഭക്തർ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോ ആഗ്രഹിച്ചിട്ട് ഉണ്ടാകേണ്ട കാര്യമല്ല. തന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ഒന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അത് താഴ്മൻ കുടുംബത്തിന്റെ പരമ്പരാഗതമായ അവകാശമാണ്. അതിൽ തീരുമാനമെടുക്കേണ്ട വ്യക്തി തന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അല്ല, കഴിയൂ. ആ കുടുംബം അങ്ങ് മറ്റൊരു തീരുമാനം എടുക്കണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം തന്ത്രി കുറ്റവിമുക്തനായി വരുന്നത് വരെയെങ്കിലും മാറി നിൽക്കണ്ടേ? അതല്ലേ ഒരു ധാർമ്മികമായി ചെയ്യേണ്ട കാര്യം. ശബരിമലയിൽ ഒരു തവണ ഇദ്ദേഹമാണെങ്കിൽ അടുത്ത തവണ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനാണ് തന്ത്രിയായി എത്താറുള്ളത്. അങ്ങനെയാണ് ശബരിമലയിലെ ആചാരങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ കുടുംബം തന്നെയാണ്. അതിൽ മറ്റാർക്കോ, സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡ് ഉൾപ്പെടുന്ന ഒരു ബോഡിക്കോ അതിൽ ഇടപെടാൻ കഴിയില്ല. ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രി കുടുംബം തന്നെയാണ്. എന്തായാലും ആ വിഷയത്തിൽ അവർ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്, സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട ചില നടപടികളുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അറസ്റ്റുകൾ എല്ലാം നടന്നതെന്നൊരു വിശ്വാസമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അന്വേഷണം ഏതെങ്കിലും തരത്തിൽ മെല്ലെപ്പോക്ക് ഉണ്ടാകുമ്പോൾ കോടതി വടിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം അറസ്റ്റുകൾ ഉണ്ടായത്. ഈ പറയുന്ന പോലെ ഇത്രയും വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഹൈക്കോടതി ഈ നിരീക്ഷണങ്ങളെല്ലാം മന്ദഗതിയിൽ ഹൈക്കോടതി ആക്കിയിരുന്നെങ്കിൽ ഈ കേസ് എപ്പോഴേ നിന്നേനെ. തന്ത്രിയിൽ കൊണ്ടുവന്ന് ഈ കേസ് SIT അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സാഹചര്യത്തിലാണ് വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വീണ്ടും ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പലരും പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ വാജിവാഹനം തന്ത്രിക്ക് കയ്യിൽ വെക്കാമെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വാജിവാഹനം ഈ പറയുന്ന പോലെ തന്ത്രിക്ക് കയ്യിൽ വെക്കാമെന്ന് പറയുന്നത്? അവരെഴുതിയ ലിഖിതങ്ങൾ, ആ ലിഖിതങ്ങളൊന്നും അല്ലെങ്കിൽ ആ രേഖകളോ അല്ലെങ്കിൽ ആ പുസ്തകവും നമ്മളിപ്പോ റെഫർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് തന്ത്രി ഇങ്ങനെ ന്യായീകരിക്കുന്നത്? തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ തന്ത്രിക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്ത്രി മൗനമായി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നടന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും തന്ത്രിയെ വെളുപ്പിക്കാനാകില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ വിശ്വസിച്ചൊരു കാര്യമുണ്ട്, SIT തന്ത്രിയുടെ മേൽ എല്ലാ കുറ്റവും ചാർത്തി മറ്റ് CPM നേതാക്കളെയും മന്ത്രിമാരെയും സംരക്ഷിക്കുന്ന തലത്തിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതി വീണ്ടും വിമർശനവുമായി വന്നത്. അപ്പൊ ഹൈക്കോടതി ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ SITക്ക് എന്തായാലും സത്യങ്ങൾ പൂർണ്ണമായി പുറത്തു കൊണ്ടുവന്നേ പറ്റുന്നൊരു സാഹചര്യമാണ്. കാരണം SITയുടെ മേൽ ഹൈക്കോടതിയുടെ വിമർശനങ്ങളും സമ്മർദ്ദവും SIT ശരിയായ നിലപാടുകൾ എടുക്കാൻ സഹായിക്കും. അറസ്റ്റുകളും ചോദ്യം ചെയ്യലുകളും കുറച്ചുകൂടി ഊർജിതമാകുന്നത് ഈ പറയുന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഹൈക്കോടതി ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ എത്രയും പെട്ടെന്ന് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശബരിമല സ്വർണം കട്ട യഥാർത്ഥ കള്ളന്മാരെ അല്ലെങ്കിൽ ബാക്കിയുള്ള കള്ളന്മാരെ കൂടി SITക്ക് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തീർത്തും പ്രതിരോധത്തിലായി CPM എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ഒരു പരാജയം CPM സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആ പരാജയത്തിന് പിന്നിൽ ഒരു മൂല കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ആ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ നടക്കുകയും ഈ പ്രതികളെ CPM തള്ളിപ്പറയാൻ തയ്യാറാവുകയും ചെയ്താൽ ഒരു പരിധിവരെ CPMന് മുഖം രക്ഷിക്കാൻ കഴിയും. പക്ഷെ ഇതുവരെയും തള്ളിപ്പറയാത്ത പാർട്ടി ഇനി അവസാന നിമിഷത്തിൽ തള്ളിപ്പറയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞില്ല? അപ്പൊ CPMന് ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാൽ പത്മകുമാർ കൊടുക്കുന്ന മൊഴികളിൽ CPM ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം വന്നിട്ട് തള്ളിപ്പറയാത്ത പാർട്ടി ഇനി തള്ളിപ്പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് CPM എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ അവർക്ക് നിർണായകമായി മാറുക. ഈ കേസിനകത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലാണ് CPM എന്ന കാര്യത്തിൽ തർക്കമില്ല.